ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണിത്. നമ്മുടെ ജന്മദിനത്തിൻ്റെ കഥ പോലെയല്ല ഹബീബിൻ്റേത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഹബീബിൻ്റെ ജന്മം അങ്ങനെയാണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അശ്അരി പണ്ഡിതന്മാർ മുഴുവനും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലൂദിനെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിനർത്ഥം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല ആചാരം, ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ, ഹബീബിന്റെ ഈ മദ്ഹ് പറയുമ്പോൾ ഇവിടെ മദ്ഹ് പ്രഭാഷണം നടക്കും, അത് ഹറാമാണോ? അല്ല. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വല്ല കുഴപ്പമുണ്ടോ? പുണ്യമല്ലേ? ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും, ഭക്ഷണം വിതരണം ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യണേ, പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് പറയും, കുട്ടികൾ പറയും, വലിയവർ പറയും, ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാം. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവർ പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിന് അർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരാ അർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആന് ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജംഅ് ചെയ്തിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, മഹാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ബിദ്അത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത്? അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത്? സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത്? നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന്, മദ്രസക്ക്, ദർസിന്, അറബി കോളേജുകൾക്ക്? വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ? അതും പോട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തോടും എന്നിട്ട് അവർ പറയും ഇസ്ലാമിൽ അവസാനം ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ്. അത് തന്നെ തെറ്റാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് അതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ ഔ കമാ ഖാല അല്ലാഹ്. ആയത്ത് അവസാനം ഇറങ്ങുന്നത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി, ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇസ്ലാം എന്ന് പുറത്താവോ?
അത് ഖുർആൻ തന്നെയല്ലേ? ഇസ്ലാം പൂർത്തിയായി എന്ന് തക്മിലത്ത് കഴിഞ്ഞു. ഇസ്ലാം വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു, ഇനി ഇസ്ലാമികൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക. ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ അതിനെ പറ്റി പറയാം? ഈ ആയത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്നല്ല, അതിനപ്പുറത്തില്ല എന്നാണോ? ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യ ഹബീബിന്റെ മൗലിദ് ലോകത്ത് ആചരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ മക്കൾ അറിയണം, ലോകം അറിയണം. അത് റബീഉൽ അവ്വലിൽ മാത്രമെന്നല്ല, നമ്മൾ അത്രയെങ്കിലും വേണ്ടേ? അത്രയെങ്കിലും വേണ്ടേ? റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ അപ്പൊ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന്. ആണ്. ഏതുപോലെ ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ദിവസമാണത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലേക്ക് കടന്നത്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസമല്ലേ? അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ? അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യല്ല എന്ന് പറയാൻ പാടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്നറിയുന്നില്ല. ബിദ്അത്ത് ഒരു ദുരന്തമാണ്, അതൊരു അപകടമാണ്. നമ്മുടെ അഖീദയെ പുണ്യ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ്. തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോ ഫൽയദ്കുർ മുസീബതി മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത്. തങ്ങൾ വഫാത്തായില്ലേ, പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം? ആര് വഫാത്തായെങ്കിൽ എന്താ? ഹബീബ് വഫാത്തായില്ലേ, അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും. നമ്മുടെ വാപ്പയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ആലോചിക്കുമ്പോ തങ്ങൾ വഫാത്തായ ദിനം തന്നെയാണ്. പക്ഷേ ഹബീബെന്ന് ആ ഒരു നിഅമത്ത് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലയോ അള്ളാഹു നമുക്ക് നൽകിയത്? ഇതുപോലെ വെള്ളിയാഴ്ച ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ? ആദം നബി സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലയോ വെള്ളിയാഴ്ച? ആ ദിവസം തന്നെയാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം, കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായ ദിനം തങ്ങൾ ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ തങ്ങളെന്ന നിഅമത്ത്, തങ്ങളെന്ന റഹ്മത്ത് ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത്? ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടും? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക. മൗലിദ് ചൊല്ലുന്നവൻ തന്നെ പടച്ചോനെ ചെല്ലാൻ പറ്റുമോ റബ്ബേ, ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവോ, ഇത് ബിദ്അത്താണോ, പാടില്ലാത്തതാണോ, കുറ്റം കിട്ടുമോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്കറിയോ മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് സമർത്ഥിക്കാൻ 150-ലേറെ കിതാബുകൾ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കം, ഇമാം സുയൂത്തി അടക്കം 150 കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 150 കിതാബുകൾ. എന്തിന്? ഹബീബിന്റെ മൗലിദ് നിങ്ങൾ ആഘോഷിക്കണം. തങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാ നോക്കേണ്ടത്. തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത്, ഹറാമുകൾ ചെയ്യരുത്, അതൊരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ പുണ്യനബി തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ പരിപാടികൾ ലോക മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അടിയന്തരം കഴിക്കുന്ന പോലെ മാറി നിൽക്കുന്നതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹബീബിനോടുള്ള സ്നേഹം എവിടെയാണ്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു? ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നാട്ടിക്ക്, മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക്, ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ
ഹബീബിന്റെ അരികത്ത് ചെന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബിന്റെ അരികത്ത് ചെന്ന് സലാം പറയണമെന്ന്. ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ അത്? അല്ല. ഇവിടുന്ന് സലാം പറഞ്ഞു നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലേ, ആ സ്വലാത്ത് അവിടെ എത്തും. എന്തുകൊണ്ടെന്നറിയോ? പുണ്യനബി ഉഹദിലെ ശുഹദാക്കളെ ഇടക്കിടക്ക് പോയി കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാ ഉഹദ്, ഉഹദിലെ ശുഹദാക്കൾ. അവിടെയാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉള്ളത്, അവിടെയാണ് അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളുള്ളത്, അവിടെയാണ് അനസ് ഇബ്നു നദ്ർ തങ്ങളുള്ളത്. ഒരുപാട് സ്വഹാബിമാർ കിടക്കുന്ന സ്ഥലമാണ്. പുണ്യനബി ഇടക്കിടക്ക് അവിടെ ചെന്ന് ഉഹദിലേക്ക് നടന്നു ചെന്ന് സിയാറത്ത് ചെയ്ത് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വരും. മദീനത്തെ പള്ളിയിൽ നിന്ന് തങ്ങൾക്ക് ദ്വാരന്നാൽ ഉഹദിലെ ശുഹദാക്കൾക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ദ്വാരന്നാ പോരെ? നമ്മുടെ പള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, പ്രിയപ്പെട്ടവർ മറവ് ചെയ്യപ്പെട്ട് കിടക്കാൻ. നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂലേ? വാപ്പാക്കും ഉമ്മാക്കും സ്വീകരിക്കും. എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം. വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്, മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ല്, നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്. അവിടെ ചെന്ന് ദുആ ചെയ്യ്. ആര് പഠിപ്പിച്ചു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു പുണ്യം വേറെയാണ്. ജന്നത്തുൽ ബഖീഇലേക്ക് ഹബീബ് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് 10,000-ലേറെ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണത് ജന്നത്തുൽ ബഖീഅ്. ബഖീഅ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് പോകും. ലൈലത്തുൽ ബറാഅത്തിന്റെ രാവിൽ ഹബീബ് അവിടെ പോയിട്ടുണ്ട്. എന്താ പോകുന്നത്? വീട്ടിൽ നിന്ന് വരുന്ന പോലെ തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നത് യുക്തിവാദമല്ലേ? മരിച്ചാൽ തീർന്നു, പിന്നെ കഴിഞ്ഞു. അവിടേക്ക് പോയിട്ടൊന്ന് ദേശത്തൊക്കെ പോയില്ലേ, റൂഹ് മാറിയും പോയി, പിന്നെ എന്താ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിനുള്ളിൽ വളരുന്ന യുക്തിവാദമാണ്. ആ ജസദിന് പ്രത്യേകതയുണ്ട്, പുണ്യമുണ്ട്. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ്? അല്ലാമ ഇബ്നു അഖീൽ അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അഖീൽ അൽ ഹംബലിയോട് ചോദിക്കപ്പെടുകയാണ്. പ്രഗൽഭനായ പണ്ഡിതൻ, മാലിക്കി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളോട് ചോദിച്ചു, അൽ ഹുജ്റത്തു ശരീഫ അഹിയ അഫ്ളലു അമിൽ കഅബ. മഹാനായ ഇബ്നു അഖീൽ തങ്ങളെ 1000 വോള്യം കിതാബുൽ ഫുനൂൻ എഴുതിയ ഇബ്നു അഖീൽ തങ്ങൾ 1000 വോള്യം, അത്ര പ്രഗൽഭനായ പണ്ഡിതൻ. പരിശുദ്ധ കഅബാലയമാണോ, പരിശുദ്ധമായ ഹബീബ് കിടക്കുന്ന ഹുജ്റത്തു ശരീഫ എന്ന്, റൗള എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബ് കിടക്കുന്ന ആ റൂമാണോ, ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പ്രഗൽഭനായ പണ്ഡിതന്റെ മറുപടി, വിശദീകരണം വേണ്ട മറുപടിയാണ്. അറച്ചൽ ഹുജ്റത ബിജുദ്റാനിഹാ. ആ കെട്ടിടത്തിന്റെ ചുമരുകളും ആ കെട്ടിടവുമാണോ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല, അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കിടക്കുന്നവരെ കുറിച്ചാണോ ചോദ്യം? റസൂലിനെ കുറിച്ചാണോ? നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹിയൽ കഅബ, അത് കഅബയാണ്. പരിശുദ്ധ കഅബാലയത്തോളം പുണ്യമായൊരു ഭവനം അല്ലാഹുവിന്റെ ലോകത്ത് വേറെയില്ല. പക്ഷേ അൽ ഹുജ്റത്തു ശരീഫ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന ലോകത്തോട് വിട പറഞ്ഞ നബി, ഹബീബായ നബി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജ്റയിലെ ആ മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ആ മണ്ണിൽ കിടക്കുന്ന പുണ്യ റസൂല് കിടക്കുന്ന മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ഫഇന്നഹാ ലഅഫ്ളലു ബിഖാഇൽ അർള്. ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ, മണ്ണിൽ, കല്ലുകളിൽ, ഭവനങ്ങളിൽ അല്ല, കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ്. ലഹിയ അഫ്ളലു മിൻ അർശില്ലാഹ്. ആര് പറഞ്ഞു? അല്ലാമ ഇബ്നു അഖീൽ തങ്ങളെ. അർശിനെക്കാളും പുണ്യമാണ്. വമിനൽ ജന്നതി, സ്വർഗലോകത്തെക്കാളും പുണ്യമാണ്. വമിനൽ കഅബതി, കഅബയെക്കാളും
ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് ശ്രേഷ്ഠത. ഭവനമെങ്കിൽ കഅബക്കു തന്നെയാണ്. തെറ്റിദ്ധാരണ വരരുത്, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നു ശരിക്കും മനസ്സിലാക്കുക. കഅബാലയം എന്ന് പറയുന്ന നമ്മുടെ ഖിബ്ലയായ, നമ്മുടെ ജിഹത്തുൽ ഖിബ്ലയായ അല്ലാഹുവിന്റെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധമായ മുബാറക്കായ മക്കയിൽ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഅബാലയം എന്ന ഭവനം ലോക ഭവനങ്ങളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ്, ഭവനങ്ങളിൽ ഏറ്റവും അഫ്ളലാണ്. അതിനേക്കാളും അഫ്ളലായ ഭവനമില്ല. എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ, ഹബീബ് കിടക്കുന്ന, ഹബീബിന്റെ പുണ്യ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കഅബാലയത്തിന്റെ മണ്ണിനേക്കാളും ശ്രേഷ്ഠതയെന്ന് മാത്രമല്ല, അർശിനേക്കാളും സ്വർഗലോകത്തെക്കാളും ശ്രേഷ്ഠത ഹബീബ് കിടക്കുന്ന റൗളക്കാണെന്ന് ബിഇജ്മാഇൽ ഉമ്മ. അവരാണ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാനൊക്കുമോ? ഹബീബിനെ ചെന്ന് സന്ദർശിക്കൽ പുണ്യമാണ്. എന്തുകൊണ്ട് ചില ആളുകൾ മദീനത്ത് പോകാതെ വരുന്നു എന്ന് പരിശോധിച്ചു നോക്കുക. അവരെന്താ പറയാ? മക്കയിലെ നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടല്ലോ, മദീനയിലത് 1000 ഉള്ളൂ, മസ്ജിദുൽ അഖ്സക്കത് 500 ഉള്ളൂ. അപ്പൊ ഹോൾസെയിൽ വാങ്ങിയിട്ട് പോകാൻ നല്ലത് മക്കയിൽ നിന്നല്ലേ? അവിടെ പോയിട്ട് കിട്ടാനൊന്നുമില്ലല്ലോ, 500-1000 കിട്ടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആരാണ് മുഅ്മിനെ മക്കയിൽ 1,00,000 ലസ്വലാത്തുൻ ഫീഹാ ബിമിഅതി അൽഫി സ്വലാഹ്, മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം 1,00,000 നിസ്കാരത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത് ആരാണ്? ഖുദൂ അന്നീ മനാസികകും, നിങ്ങളുടെ ഇബാദത്തുകൾ വേണ്ട പോലെ എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഹജ്ജും ഉംറയും തവാഫും സഅയും നിങ്ങളെ പഠിപ്പിച്ചതാരാണ്? അത് മദീനയിൽ കിടക്കുന്ന ഹബീബല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദികേടല്ലേ, നന്ദികേട്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ഇത് ഇമാം ബുഖാരി തങ്ങൾ അവരുടെ മറ്റൊരു ഹദീസിന്റെ ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്തില്ല കേട്ടോ. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഹജ്ജും ഉംറയുമെങ്കിൽ, മനുഷ്യരിൽ നമ്മൾ കടപ്പെട്ട് കിടക്കുന്ന അഫ്ളലുൽ ബശറായ ഹബീബിനോട് നന്ദി ചെയ്യാതെ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി പോലും അള്ളാഹു സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഹബീബിന്റെ അടുത്ത് പോവണ്ടയോ? നന്ദിയല്ലേ ഹബീബിന്റെ മുമ്പിലെത്തേണ്ടത്? പിന്നെ പറയും ഒരു ഹദീസ്, ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മസ്ജിദി ഹാദാ വൽ മസ്ജിദിൽ ഹറാം വൽ മസ്ജിദിൽ അഖ്സാ. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇവന്മാർ ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഞാനതിന്റെ അർത്ഥം പറഞ്ഞു തരാം. എന്താണ് അതിന്റെ അർത്ഥം? ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ ഇല്ല, പക്ഷേ മുഅ്മിനീങ്ങളുടെ അഖീദ, ഖൽബിൽ കിടക്കുന്ന ഹബീബിനോടുള്ള സ്നേഹത്തിൽ ഒരൽപ്പം കുറഞ്ഞു പോകാൻ ആരുടെയെങ്കിലും വാക്കുകൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരുത്തുകയാണ്. ഹബീബിനോടുള്ള മഹബ്ബത്തില്ലാതെ രക്ഷപ്പെടുക സാധ്യമല്ല. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് 5 വക്ത്, ഇത്തരം ചീത്ത ബിദ്അത്തിന്റെ ചിന്താഗതികളിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ ആദ്യം സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയുമോ? എന്താ ആദ്യത്തെ ദുരന്തം? നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ ജയിക്കുമോ, അള്ളാഹിന്റെ അടുത്ത് എത്തുമോ, അല്ലെങ്കിൽ സ്വർഗം കിട്ടുമോ, നമ്മൾ എവിടെയായിരിക്കും നാളെ, ഇതൊന്നും നമുക്കറിയില്ല, പേടിയിലാണ് നമ്മൾ. പക്ഷേ നുഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ അനാല ബിഹിം ശഫാഅ. സജ്ജനങ്ങളെ സ്നേഹിക്കുകയാണ്, നല്ലവരെ ഇഷ്ടപ്പെടുകയാണ്, അവരോടുകൂടെ അവരുടെ ശഫാഅത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ.
മഹാനായ മമ്മു മുസ്ലിയാരെ നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു വലിയായ ആരിഫായി സ്വാലിഹായി ജീവിച്ചു പോയൊരു മനുഷ്യനല്ലേ. ആ മഹാനെ ഇഷ്ടപ്പെടുമ്പോ, സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അവരെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നേരെ മറിച്ച് നിസ്കാരം തുടങ്ങി ബിദ്അത്തിന്റെ സംഘടനകളിലേക്ക് ചേക്കേറിപ്പോകുന്ന യുവാക്കൾ, ആദ്യമായി അവർക്ക് വരുന്ന ദുരന്തം എന്താണെന്നറിയുമോ? ഞങ്ങളുടെ നിസ്കാരമാണ് തൗഹീദിന്റെ നിസ്കാരം, ആ പള്ളിക്കാര് ശിർക്കിന്റെ നിസ്കാരക്കാരാണ്. തോന്നാറില്ലേ അവർക്ക് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരുടെ ഇബാദത്തിനെ പുച്ഛമായി കാണുകയും ആ പള്ളികളിൽ പോയാൽ നിസ്കാരം പോലും സ്വഹീഹല്ല എന്ന് പോലും പറയാൻ ധൈര്യപ്പെട്ട ആളുകൾ നമ്മുടെ മലയാള കേരളത്തിലില്ലയോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഹങ്കാരം ഒരു അല്പം ഒരു കടകമണിയോളം കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ നാളെ സ്വർഗം ഹറാമാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ അത് ബിദ്അത്തുകാരാണെങ്കിലും അല്ലെങ്കിലും അഹ്ലുൽ ഖിബില, ഒരു ഖിബിലയിലേക്ക് നിസ്കരിക്കുന്നവർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവരിൽ തെറ്റുകാരാണെങ്കിൽ പോലും അവരിൽ ശിർക്ക് ആരോപിക്കാൻ പാടില്ല എന്നാണ് ശർഇന്റെ നിയമം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് ശിർക്ക് ആരോപണം നടത്തുകയാണ് ആദ്യം സംഭവിക്കുന്ന ദുരന്തം. അവരുടേത് മാത്രമാണ് ശരിയെന്ന് ധരിക്കലാണ്. ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, ബാക്കിയുള്ളവരൊക്കെ തെറ്റായ വഴികളിലാണ് പോകുന്നത് എന്നാണ് ആദ്യം മനസ്സിൽ തോന്നുന്ന ദുരന്തം. നഷ്ടപ്പെട്ടോ? ഈമാനിന്റെ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചുവോ? ഈ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്ന ഇബാദത്തിന് എന്ത് വെളിച്ചം കിട്ടാനാ? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നമ്മളൊന്ന് നന്നായി എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് മോശക്കാരാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അതല്ലേ ശീലിപ്പിക്കുന്നത്? മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജുകളിൽ മുഴുവനും മൗലിദ് കഴിക്കുന്ന ആളുകൾ ബിദ്അഇകളാണെന്ന് പറയുകയും, ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിടത്തിൽ ചെന്ന് ദുആ ചെയ്താൽ റബ്ബിനോട് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് അവർ ഖബർ പൂജ നടത്തുകയാണെന്ന് പറയാറില്ലേ? ഖുബൂരികളാണെന്ന് പറയാറില്ലേ? ഈ ആരോപണങ്ങൾ എത്ര ദുരന്തമാണ്, എത്ര ഗൗരവമുള്ളതാണ്. അവരോതുന്ന ഹദീസ് ഇതാണ്: ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ, പള്ളികളിൽ ചെന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, ഏറെ കൂലിയുണ്ട് എന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങൾക്ക് പോകാൻ പാടുള്ളത് 3 പള്ളികൾ മാത്രമാണ്. ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കുക. 3 പള്ളികൾക്ക് നിസ്കാരത്തിന് പ്രാധാന്യം ഏറെയുള്ളൂ. മസ്ജിദി ഹാദാ, അതിലൊന്നാമത്തേത് എന്റെ ഈ മസ്ജിദാണ്. ഏതാണ് എന്റെ മസ്ജിദ്? ഏതാ പുണ്യനബി ഞങ്ങൾ പറയുന്ന എന്റെ മസ്ജിദ്? മസ്ജിദു റസൂലില്ലാഹി ബിൽ മദീനത്തിൽ മുനവ്വറ. ഹബീബ് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആ പരിശുദ്ധമായ പള്ളിയെക്കുറിച്ചാണ് എന്റെ മസ്ജിദ് എന്ന് തങ്ങൾ പറയുന്നത്. ആദ്യം മനസ്സിലാക്കണം, പുണ്യനബി ആദ്യം ഉണ്ടാക്കിയ പള്ളി ഏതാ? മദീനയിൽ. ഏതാ ആദ്യത്തെ പള്ളി? മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയാണെന്നല്ല തങ്ങൾ പറയുന്നത്, എന്റെ മസ്ജിദാണ്, എന്റേതാണ് എന്ന ഒരൊറ്റ നിസ്ബ കൊണ്ടാണ് ആ പള്ളിക്ക് ആ സ്ഥാനം കിട്ടിയത്. അല്ലെങ്കിൽ പള്ളികളിൽ ആദ്യം ഹബീബ് ഉണ്ടാക്കിയ പള്ളി ഖുബാ പള്ളിയാണ്. പക്ഷേ എന്റെ പള്ളി എന്ന് ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഹബീബിന്റെ പള്ളിക്ക് മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം കിട്ടുന്നത്. എന്തുകൊണ്ടാ? ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് എന്റെ പള്ളിയാണ് എന്ന് ഹബീബ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആ ഒരൊറ്റ നിസ്ബയാണ്, അറബിയിൽ അങ്ങനെ പറയാൻ, നിസ്ബ, ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞു. അതുകൊണ്ടാണ് ആ മസ്ജിദിന് ഇത്രമേൽ സ്ഥാനം കിട്ടാൻ കാരണം. പിന്നെ പറഞ്ഞു വൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ പള്ളി. പിന്നെ വൽ മസ്ജിദുൽ അഖ്സാ, ജെറൂസലേമിൽ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം ഏറെയുണ്ട് നിസ്കാരത്തിന് എന്ന് വിചാരിച്ച് നിങ്ങളാരും പോവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, പള്ളികളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്. പള്ളികളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പള്ളികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പള്ളികൾക്ക് നിസ്കാരത്തിന്റെ പുണ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഈ 3 പള്ളികളാണ് ശ്രേഷ്ഠമായത്, അല്ലേ? എന്തിനെ കുറിച്ചായി പറയുന്നത്?
മഹാന്മാരുടെ അദുരിഹത്തിനെ കുറിച്ചാണോ ഈ പറയുന്നത്? മഹാന്മാരുടെ മഖാമുകളെ കുറിച്ചാണോ ഈ പറയുന്നത്? ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണോ നബി തങ്ങൾ പറയുന്നത്? മസ്ജിദിനെ കുറിച്ചാണ് തങ്ങൾ പറയുന്നത്? വ്യക്തമല്ലയോ? മുസ്തഖ്നയാണിത്. ഇസ്തിഥ്ന ഇല്ലാ ഇലാ തലാസതി മസാജിദ്. അറബി വ്യാകരണം പഠിക്കുന്നവർക്കറിയാം, അവിടെ ഒരു മുസ്തഥ്ന മിൻഹു ഉണ്ട്. ഏതിനെയാണ് ഇവിടെ ക്യാൻസൽ ആക്കുന്നത്? ഈ മൂന്നെണ്ണം അപ്രൂവ് ചെയ്തുകൊണ്ട് നിബിധങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന ഏതാ? ബാക്കി മസ്ജിദുകൾ. ബാക്കി മസ്ജിദ്. അപ്പൊ ചർച്ച തന്നെ പള്ളികളെ കുറിച്ചാണ്. ഇവിടെ ചർച്ച പള്ളികളെ കുറിച്ചാണ്. പള്ളികളെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ മൂന്ന് മസ്ജിദിലേക്ക് ചെന്നാലാണ് നിങ്ങൾക്കേറെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചു വരുന്നതെങ്കിൽ, മസ്ജിദി ഹാദാ, ഞാൻ ഇവിടെയുണ്ട്, എന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വരാം. ഞാൻ ഇവിടെയുണ്ട്, എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം. എന്നാൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കൂലിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ കൂലി മക്കത്തുണ്ട്. 1000 എന്റെ മസ്ജിദിൽ, 500 മസ്ജിദുൽ അഖ്സയിൽ. ഹബീബിനെ വന്ന് കാണരുതെന്നോ, ഒരു മഹാനെയും സിയാറത്ത് ചെയ്യരുത് എന്നോ, എവിടെയും പോകരുത് എന്നോ ഈ ഹദീസ് കൊണ്ട് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുന്നത്? സത്യസന്ധമായി ചിന്തിക്കുക, സംവാദങ്ങൾക്ക് ഇടം വെക്കുകയല്ല. പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് ബിദ്അത്തിന്റെ വിഷങ്ങൾ കയറി വരുമ്പോ നമ്മുടെ മക്കൾക്കെങ്കിലും ബോധ്യമാവണം, അഹ്ലുസുന്ന വൽ ജമാഅത്താണ് അശ്അരി മാതുരിദി മദ്ഹബുകളിലൂടെ കടന്നു വരുന്ന നമ്മുടെ അഖീദക്ക് കോട്ടം വരാതെ ഇതാണ് നാജിയായ വഴി, ഇതാണ് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. 4 മദ്ഹബിന്റെ ഇമാമുമാർ തെരഞ്ഞെടുത്ത വഴിയാണത്. നിസ്കാരം നടത്തുമ്പോഴേ, നിസ്കരിക്കുമ്പോഴേ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് റബ്ബേ ഏറ്റവും മഹോന്നതൻ, നിന്റെ വിഷയമാണ് റബ്ബേ വിഷയങ്ങളിൽ ഏറ്റവും വലുത്. അതല്ലേ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ. നിസ്കാരത്തിലെങ്ങാനും നിങ്ങൾ ഒരു മനുഷ്യന്റെ മൊബൈൽ സന്ദേശം നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ അല്ലാഹുവിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് പോയി. നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ബാത്തിലാവില്ല, അത് ഹറക്കത്ത് കൊണ്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടപ്പുകളിലേക്ക് നോക്കുന്നത് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സൂഉൽ അദബല്ലേ, അച്ചടക്കേടല്ലേ അത്? അള്ളാന്റെ മുമ്പിൽ റബ്ബേ നീയാണ് ഏറ്റവും വലുത്, നിന്റെ വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ, ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെ, ഓഫ് ചെയ്ത് വെക്കാതെ, ഓൺ ആകുമ്പോ മേലെ കിടക്കുമ്പോ ആരാ വിളിച്ചത് എന്ന ആളിന്റെ പേര് നിങ്ങൾ നോക്കുന്നതോടുകൂടെ അള്ളാന്റെ ഹളറത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലയോ? പോയോ? ഒരു മനുഷ്യൻ, നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഇനി ഫർള് നിസ്കരിക്കാന്ന് വിചാരിച്ചോ, ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോ അതേ നഅം അറബിയിലോ ഏത് ഭാഷയിലോ കടന്നു വരട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞു. നിസ്കാരം ബാത്തിലാകും. നിസ്കരിക്കുന്നവന്റെ മുമ്പിലേക്ക് ഒരാൾ എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്നാൽ ഒന്ന് മാറ്റിയിട് എന്ന് പറഞ്ഞാൽ, അതൊന്ന് നീക്കിവെക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ, മക്കളെയോ കുട്ടികളെയോ പേരെടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ നേരിട്ട് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരത്തിലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. മുമ്പിലിരിക്കുന്ന ഒരാളെ വിളിക്കുന്ന വാക്കാണ് അയ്യുഹ. ജുമുഅക്ക് കേൾക്കാറില്ലേ ഖതീബുമാർ? അയ്യുഹന്നാസ്. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളെ, നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യുഹന്നാസ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അസ്സലാമു അലൈഹി, അവരുടെ മേൽ സലാം എന്നല്ല, അസ്സലാമു അലൈക. അല്ലാഹുവിനോട് ഖിതാബ് ചെയ്യുമ്പോ, അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുമ്പോ, അള്ളാന്റെ കലാം ഓതുമ്പോ, ആ നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോ, അത്തഹിയാത്തിൽ ഫർളായ ഭാഗങ്ങളിൽപ്പെട്ടതാണ് നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്.
ഇത് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും ഒരുപോലെയാക്കി എന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. പള്ളികളിൽ അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എഴുതി വെക്കുന്നത് പോലും പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇത്തരക്കാരുടെ നേതാക്കന്മാർ. അവരുടെ ഫത്വയുണ്ട് അങ്ങനെ. എന്തിന്? അള്ളാഹുവിനോട് മുഷാറക്കത്ത് വരുമത്രേ. പൊന്നു സഹോദര, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിന്റെ ഒരു ഭാഗം ചൊല്ലി രണ്ടാമത്തെ ഭാഗം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഭാഗം ചൊല്ലാതിരുന്നാൽ ആൾ ഇസ്ലാമിലേക്ക് വരുമോ ഇല്ലയോ? വരാൻ കഴിയില്ല. ദീനിലേക്ക് കടന്നു വരണമെങ്കിൽ ഷഹാദത്തിന്റെ രണ്ട് ശത്രുക്കളും പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു ഹബീബിനെ ബഹുമാനിച്ചത് അവർക്ക് ഓർമ്മ വരുന്നില്ല. പുണ്യനിബിധങ്ങൾ എന്തിനാണ് വസീല എന്ന് ചോദിക്കും. എന്തിനാ വസീല? ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? മതി എന്നാലൊന്ന് ചോദിച്ചോട്ടെ. അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കാനുള്ള ഈ ഇൽമ്, വിശുദ്ധ ഖുർആനും ഹദീസും നിങ്ങൾക്ക് ഡയറക്റ്റ് അള്ളാഹ് തന്നതാണോ? ഈ ഇൽമ് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയ ഇൽമ് ഡയറക്റ്റ് ആണോ? പുണ്യനിബിധങ്ങളുടെ വസീലയിലൂടെയല്ലയോ ഈ ഉമ്മത്തിന് ഹിദായത്ത് കിട്ടിയത്? ഹബീബില്ലെങ്കിൽ എന്ത് ഹിദായത്ത്? പുണ്യ റസൂലില്ലെങ്കിൽ എന്ത് ഹിദായത്ത്? എന്ത് തൗഹീദ്? പുണ്യനബി ഇല്ലെങ്കിൽ എന്ത് ഷഹാദ? ഹബീബല്ലയോ പഠിപ്പിച്ചു തന്നത്? ഹബീബല്ലയോ ലിതുബയ്യിന ലിന്നാസ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അവരും റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ വസീലയാണ്, വസീതത്താണ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? എന്താ പ്രയാസം? എന്നിട്ട് വരെ പറയും, മൗലിദ് പറയുമ്പോൾ, ഹബീബിന്റെ മൗലിദ് വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോൾ പറയും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കും, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ശരി തന്നെയാണ്, ഞാൻ അതിലേക്ക് പിന്നെ വരാം. എന്താ പറയാ? ലീഫ്ലെറ്റുകൾ അടിച്ചുവിടുന്നുണ്ട്, പഴയ ചില ക്ലിപ്പുകളൊക്കെ ഓടുന്നുണ്ട്. എന്ത്? ഹബീബിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ്, മഅദല്ലാഹ്. പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒരു മുഅ്മിനിന്റെ നാവിലൂടെ എങ്ങനെ വരുന്നു? തെളിവ് ഹദീസാണത്രേ. ഇവര് പഠിച്ചിട്ടുണ്ടോ സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസിനെ എങ്ങനെയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് എന്ന്? ചില ആയത്തുകളാ തെളിവ്. ആ ആയത്തിന്റെ തഫ്സീർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാതെ ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. നബി തങ്ങളുടെ ഉമ്മയും വാപ്പയും ഫിന്നാർ, മഅദല്ലാഹ് മഅദല്ലാഹ് മഅദിറതൻ യാ റസൂലല്ലാഹ് ഇന്നാ ബുറാഉ മിമ്മാ യഖൂലൂൻ. നബിയേ, അത് ഞങ്ങളാരും പറഞ്ഞില്ല നബിയേ. നബിയേ, ഞങ്ങൾ നിരപരാധികളാണ് റസൂലേ. ഹബീബിനെ വിളിക്കുകയാണ് നമ്മൾ. ഹബീബാ നിബിതങ്ങളോട് ശിക്വ പറയുമ്പോഴേക്കും അത് ശിർക്കാണ്, അത് ബിദ്അത്താണ്, അള്ളാഹനെ വിളിക്കലാണെന്ന് പറയുന്നവർ. ഹബീബിനോട് പരാതി പോലും ബോധിപ്പിക്കാൻ പാടില്ലത്രേ. ഹബീബിനോട് യാ റസൂലല്ലാഹി, പുണ്യനബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാം ഹബീബ് ജീവിച്ചിരിക്കുമ്പോ. അങ്ങനെയാ തെളിവ്, അങ്ങനെ അവര് പറയാറുള്ളത്. മരിച്ചാൽ അത് പിന്നെ പറ്റൂല. ജീവിച്ചിരിക്കുമ്പോ ചോദിക്കട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണോ അല്ല ഈ തടി കൊണ്ട് മാത്രമാണോ? റൂഹ് വേണ്ടേ? റൂഹ് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുമോ? ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? റൂഹ് നഷ്ടപ്പെട്ടാൽ. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ? റൂഹ് നഷ്ടപ്പെട്ടാൽ കഴിയോ? ഇല്ല. എന്നാൽ ആ റൂഹ്, മുഅ്മിനിന്റെ റൂഹ്, ആ മുഅ്മിനിന്റെ വഫാത്തിന് ശേഷവും അവിടെ ഉജ്ജ്വലമായി നിലനിൽക്കുകയാണ്. മലക്കുകളെ കാണാനുള്ള കഴിവ് പോലും മരണത്തോട് ചേർന്ന് നിൽക്കുന്ന, ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും അല്ലാഹുവിന്റെ മലക്കുകളെ കാണാൻ കഴിയും മരണം ആസന്നമാകുമ്പോൾ. അതല്ലേ ഹദീസ്? റൂഹ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റൂഹിനോട് പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണോ ഈ പറയുന്നത്? ആ റൂഹിന് ഒരു ഇടപെടലും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, മഅദല്ലാഹ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഖുറാഫാത്തുകളായുള്ളത് ഖുറാഫാത്തു തന്നെയാണ്.
അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരിൽ കെട്ടിവെക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ബന്ധമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളല്ലയോ? യാഥാർത്ഥ്യങ്ങളല്ലേ? പുണ്യനിബിധങ്ങളല്ലേ പറഞ്ഞത്? ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരീഅത്ത് പഠിപ്പിച്ചു തരും. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഈ ഉമ്മത്തിന്റെ നേതാവിന് അനുയായികളുടെ പ്രവർത്തനങ്ങളെ കാണിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇത് സ്വഹീഹായ ഹദീസാണ്. പണ്ഡിതന്മാർ തെളിവുദ്ധരിക്കുന്ന ഹദീസാണിത്. എല്ലാ റിവായത്തുകളും പഠിക്കാതെ ഏതെങ്കിലും ഒരു സനദ് വെച്ചുകൊണ്ട് ഹദീസിനെ തള്ളിപ്പറയരുത്. വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ പാലോട്ട് പള്ളിയിൽ കിടക്കുന്ന മട്ടന്നൂരിന്റെ പരിസരത്തിൽ കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹബീബിന്റെ അനുയായികളാണെങ്കിൽ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട്. ഇത് അല്ലാഹുവിന് പ്രശ്നമുള്ള വിഷയമാണോ ഹബീബിന് കാണിച്ചു കൊടുക്കൽ? ഈ കോടിക്കണക്കിന് ആളുകളുടെ കോൾ ഡാറ്റകൾ നമ്മുടെ സെർവറുകൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ ഡാറ്റകൾ മനുഷ്യന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഓരോരുത്തരുടെയും ഐഡന്റിഫൈ ചെയ്യാൻ മനുഷ്യന്റെ ഇന്റലിജൻസിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കഴിയുമെങ്കിൽ, ലോകത്തിന്റെ അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മൊബൈൽ ടവറുകളില്ലാത്ത കാലത്താണ് നബി തങ്ങൾ ഹദീസ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മൊബൈൽ ടവറുകളില്ലാത്ത കാലത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന സാധ്യത പോലും ചിന്തിക്കാത്ത ഒരു കാലത്ത്, ഫിസിക്സ് എന്താണെന്നറിയാതിരുന്ന ഒരു കാലത്ത്, അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന അൾട്രാ വയലറ്റ് റൈസിനെ കുറിച്ചോ ഇൻഫ്രാറെഡിനെ കുറിച്ചോ അറിയാതിരുന്ന ഒരു കാലത്ത്, എക്സ്റേകളെ കുറിച്ച് അറിയാതിരുന്ന കാലത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തുകളിലെ കോടി 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 വരുന്ന ആളുകളുടെ സ്വലാത്തുകൾ എനിക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എത്തിച്ചു തരും. ആരാണത് ചൊല്ലിയതെന്നും അവരുടെ വാപ്പയുടെ പേരെന്താണെന്നും അവരുടെ തറവാട് ഏതാണ് എന്നും എനിക്ക് അല്ലാഹു അറിയിച്ചു തരുമെന്ന് പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക്, നമ്മുടെ മട്ടന്നൂരിലെ ടവറുകളിൽ നിന്ന് അതത് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ടവറുകളിൽ നിന്ന് അവനവന്റെ ഫോൺ, ഒരാളുടെ നമ്പർ വിളിച്ചാൽ അത് മാറിപ്പോകുന്നുണ്ടോ? ഒരാൾക്ക് ഡയൽ ചെയ്താൽ ഓസ്ട്രേലിയയിൽ കിടക്കുന്നവനും അങ്ങ് നോർത്ത് അമേരിക്കയിൽ കിടക്കുന്നവനും ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും കിടക്കുന്ന ആളുകളെ സെക്കൻഡുകളെ കൊണ്ട് ഇവിടെ നിന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അല്ലാഹുവിന്റെ റസൂലിന് കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എന്താ നിങ്ങളുടെ വിചാരം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ് അലൈഹി, ഞാൻ അല്ലാഹുവിന് സ്തുതി പറയും. വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്നെ കാണിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിവാഹങ്ങളിൽ ആഭാസങ്ങൾ നമ്മുടെ വിവാഹത്തിന്റെ സ്റ്റേജിലും വേദികളിലും നടക്കുമ്പോ, മുസ്ലിമീങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയട്ടെ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഒരു സ്റ്റേജിൽ നിന്നുകൊടുത്ത് ചിരിച്ചുകൊടുത്ത് കൂട്ടം കൂട്ടമായി നിന്ന് കൂടെ പഠിച്ചവരും കൂടെയുള്ളവരും നാട്ടുകാരും കുടുംബ ബന്ധങ്ങളുടെ ചോരബന്ധങ്ങളോ മഹറമ ബന്ധങ്ങളോ പോലും പറയാൻ പോലും ഉസ്താദുമാർക്ക് വക നൽകാത്ത വിധം
ആഭാസങ്ങൾ നമ്മുടെ വിവാഹവേദികളിൽ നടക്കുമ്പോ മദീനയിൽ കിടക്കുന്ന ഹബീബിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നെങ്കിലും അഹ്ലുസുന്നയുടെ ആളുകൾ മനസ്സിലാക്കണ്ടേ. ഹബീബിന് ഇത് കാണിക്കപ്പെടുന്നുണ്ട്. ഈ ആഭാസങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. ആഭാസങ്ങൾ ഏറി വരുന്നതിൽ വേദനയുണ്ട്. സാധുമാരും തങ്ങന്മാരും വന്ന് ദുആ ചെയ്ത് കൊടുക്കാണ്. ബാറകല്ലാഹു അലൈക്കുമാ വബാറക ഫീകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. പുതിയണ്ണിനും പുതിയാപ്പിളക്കും ദുആ ചെയ്തിട്ട് മഹാന്മാർ ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ നടക്കുന്ന നൃത്തമേളങ്ങൾ, വാദ്യമേളങ്ങൾ, എന്തൊക്കെ പാർട്ടികളാ നടക്കുന്നത്, എന്തൊക്കെ വെറൈറ്റീസാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ആഭാസമാണെങ്കിൽ ഇത് പുണ്യ റസൂൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മൾ ചെയ്യുന്ന നന്മകൾ, തഹജ്ജുദും ഇബാദത്തും ഖുർആനും സ്വലാത്തും ദിക്റും ഹബീബിന്റെ മൗലിദ് പാരായണങ്ങൾ അടക്കം ഹബീബിന് കാണിക്കപ്പെടുന്നുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളും ഹബീബിന് കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ്, ഹബീബ് പറയും അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തികൾ നല്ലതാണല്ലോ ചെയ്യുന്നത്, എൻ്റെ ഉമ്മത്തികൾ സൽക്കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത്, അവരുടെ ഖബറിലേക്ക് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാളെ വുഖൂഫുഹും ബൈന യദയില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പോയി കയ്യും കെട്ടി നിൽക്കേണ്ടി വരുമെന്ന ബോധത്തിലാണല്ലോ എൻ്റെ ഉമ്മത്തികൾ ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ ഹബീബ് അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു വമാ റഅയ്തു ഗൈറ ദാലിക്, ഹബീബാ നബി തങ്ങൾക്ക് വേദനയുണ്ടാകുന്ന വിഷയമാണത്. ആ വേദനയിൽ ഹബീബ് നമ്മളെ ശപിക്കുന്നില്ല കേട്ടോ, ശപിക്കുന്നില്ല. ഹബീബ് ഒരിക്കലും നമുക്കെതിരെ ദുആ ചെയ്യുന്ന പോലുമില്ല. ഹബീബ് പറയാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ വഫാത്തിന് ശേഷം എനിക്ക് കാണിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതാണ് ഹദീസ്. വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന ആശാസ്യമല്ലാത്ത നല്ലതല്ലാത്ത തിന്മകളോ ദുരാചാരങ്ങളോ നിങ്ങൾ ചെയ്യുമ്പോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. റബ്ബേ, എന്റെ ഉമ്മത്തികൾ ചെയ്തു കാണിക്കുന്നതാണിത്. റബ്ബേ, അവർക്ക് സൽബുദ്ധി കൊടുക്കണേ, പൊറുത്തു കൊടുക്കണേ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു നുക്ത പറയാം, വളരെ കൗതുകമുള്ള ഒരു അറിവ്. അത് 2000 വഫാത്തായ 2021 നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ലോകത്തോട് വിട പറഞ്ഞ അല്ലാമ മുഹമ്മദ് മുതവല്ലി ഷഅറാവി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് ബിദ്ഈ ചിന്തകളെ കീറിമുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ഈ ഉമ്മത്തിന് മനസ്സിലാകുന്ന വിധം അറബികളുടെ മിസ്രികളായ അറബികൾക്ക് അവരുടെ ലഹജയിൽ, അവരുടെ കൊളോക്കിയൽ സ്ലാങ്ങിൽ ഇത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞു കൊടുത്തൊരു പണ്ഡിതൻ, ഇത്രമേൽ ലോക ശ്രദ്ധയാകർഷിച്ചൊരു പണ്ഡിതൻ വേറെയില്ല. ആ മഹാനാണ് മഹാനായ ശൈഖ് മുഹമ്മദ് മുതവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഏത് ക്ലാസ് അവസാനം ഇദ്ദേഹത്തിന്റെ ദർസുകളുണ്ട്, ഖുർആന്റെ തഫ്സീറുകൾ. ആ തഫ്സീറുകൾ എന്ന് ശിഷ്യന്മാരൊക്കെ കൂടി മുഅല്ലഫാത്ത് ആക്കിയിട്ടുണ്ട്. ഖവാത്തിർ എന്നാണ് അതിന്റെ പേര്. അൽ ഖവാത്തിർ. എല്ലാ ക്ലാസ് കഴിയുമ്പോഴും മഹാനവറുകൾ പറയും വഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്, അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് കാണാം ഇത് പറഞ്ഞിട്ടേ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. ക്ലാസ് തുടങ്ങുമ്പോൾ പറയും വഖഫനാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന എന്നൊരു ആയത്ത് ഓതും. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിന്റെ ഈ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആയത്ത് അങ്ങനെ ഒരു ശൈലി അങ്ങനെയാണ്. വഖഫനാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന. കഴിയുമ്പോൾ എന്ത് പറയും വഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്. വഫാത്ത് നടക്കുന്ന തലേ ആഴ്ച ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ആ ആഴ്ച പറഞ്ഞില്ല വഇലാ ലിഖാഇൻ ആഖിറ എന്ന് പറഞ്ഞില്ല. പിറ്റേത്തെ ക്ലാസ് ആയപ്പോഴേക്കും മഹാൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതാണ് മഹാനായ മുതവല്ലി ഷഅറാവി. മഹാൻ പറയാ, ഞാൻ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോ ഒരായത്തിന്റെ അർത്ഥം എനിക്ക് 10 വർഷം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരായത്തിന്റെ ആശയം
10 വർഷം ഞാൻ ചിന്തിച്ചിരുന്നു, മനസ്സിലായില്ല. 10 വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു എനിക്കത് മനസ്സിലാക്കി തന്നു. ഏതായത്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ واستغفر لهم الرسول لوجدوا الله توابا رحيما. പുണ്യ നബി തങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ആയത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, വലൗ അന്നഹും, നബിയേ അങ്ങയുടെ അനുയായികളോട് പറയണേ, വലൗ അന്നഹും അവരവരോട് തന്നെ തിന്മകൾ ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചിട്ട് നിസ്കാരം ഖളാക്കിയിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാതെ നാവുകളെ നിയന്ത്രിക്കാതെ മനസ്സിനുള്ളിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോട് പോലും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നവരോട് പറയണേ, ജാഊക്, അങ്ങയുടെ സന്നിധാനത്തിൽ അവർ വരികയും അങ്ങയുടെ മജ്ലിസിൽ അങ്ങയുടെ മുമ്പിൽ അവർ വരികയും ഫസ്തഗ്ഫറുല്ലാഹ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അങ്ങയുടെ മുമ്പിൽ വെച്ച് അവർ ദുആ ചെയ്താൽ, വരുന്ന മതി, പക്ഷെ പ്രത്യേകത ഉണ്ട്, അങ്ങയുടെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്താൽ, വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക, തെറ്റുകൾ ചെയ്ത് അങ്ങയുടെ മുമ്പിലേക്ക് ചില ആളുകൾ വരുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ, എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ്, അവിടെ വെച്ചവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലായ അങ്ങ് അവർക്ക് വേണ്ടി അങ്ങും മാപ്പിരക്കുകയും ചെയ്താൽ, പടച്ചവനെ എന്റെ ഈ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് പറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്ന, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരുടെ തൗബ മുഴുവൻ അല്ലാഹു സ്വീകരിക്കും നബിയേ, അവർക്ക് റഹ്മത്ത് വാരിക്കോരി അല്ലാഹു കൊടുക്കും നബിയേ. എന്താ കണ്ടീഷൻ? അങ്ങയുടെ മുമ്പിൽ വരണം, അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യണം, അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും വേണം. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോ മഹാനായ മുതവല്ലി ശഅറാബി തങ്ങൾ പറയാ, എനിക്കൊരു സങ്കടം വന്നു, അത് നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാകുമോ? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിൻതലമുറക്കാരായ ആളുകൾ, അവർക്ക് ഈ ആയത്തിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? നബി ദുആ ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെങ്കിൽ അത് ഹബീബിന്റെ സ്വഹാബികൾ കൊണ്ടുപോയില്ലേ ആ മഹത്വം? ഹബീബിന്റെ കാലശേഷം ഈ ആയത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് എങ്ങനെ ഉപകാരമുണ്ടാകും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ഹദീസ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഹദീസിൽ ഇങ്ങനെയാണ്, ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ഈ ബന്ധമില്ലെങ്കിൽ എന്ത് ബന്ധമാ പിന്നെ ഇസ്ലാമിന്റെ ബന്ധം? നമ്മളും നബിയും തമ്മിൽ ഈ സ്നേഹത്തിന്റെ പാലം പണിതില്ലെങ്കിൽ പിന്നെ എന്ത് ഉമ്മത്തികളാ നമ്മൾ? നമ്മുടെ നേതാവുമായി എന്ത് കണക്ഷനാ നമ്മൾക്കുണ്ടാകുന്നത്? നിങ്ങൾ ഹബീബിന്റെ അരികത്ത് വന്നാൽ, ഹബീബ് നിങ്ങൾക്ക് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പോലെ, വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്.
ഈ ഹദീസ് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണുകൾ നനഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിനെ എങ്ങാനും നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് ആരെങ്കിലും അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. അത് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് അതിന് അർത്ഥം പോലും കൊടുക്കാൻ പാടില്ലെന്നാണ്. മരണത്തോടെ എല്ലാം തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ യുക്തിവാദികളായിരിക്കും. പിന്നെ മരണത്തോടെ ഒരു മുഅ്മിനിന്റെ കർമ്മങ്ങൾ അവസാനിച്ചോ? ഹബീബ് അനുയായികൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന അനുയായികൾക്ക് ഹബീബ് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. ഏതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്ഹാബുകൾക്ക് നബി തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചിരുന്നത് പോലെ മരണപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷവും ഹബീബ് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഹബീബനാ യാ മൗലാനാ വയാ ശഫീഅനാ യാ റസൂലല്ലാഹ്. അത് മെല്ലെ പറഞ്ഞാലും ഹൃദയത്തിൽ പറഞ്ഞാലും നാവുകൊണ്ട് പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും എൻ്റെ ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതാണ് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മുൻഗാമികളുടെയും അഖീദ. അതായിരുന്നു. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ചേരുന്നുണ്ട് എന്ന് അള്ളാഹു അറിയിപ്പ് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്റെ ഈ മസ്ജിദ് എന്ന് പറയാൻ കാരണം, മദീന പള്ളിക്ക് സ്ഥാനം കിട്ടാൻ കാരണം ഹബീബിൻ്റെത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എൻ്റെ മസ്ജിദിൽ 1000 കൂലി. എന്നാൽ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നാൽ ആദ്യം എന്തു ചെയ്യണം? ഞാൻ ഇന്നലെ മസ്ജിദുൻ നബവിയിലാണ്, ഇന്നലെ ജുമുഅ അവിടെയാണ്, അതിൻ്റെ തലേ ഷാവൊക്കെ അവിടെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല് തോന്നുകയാണ്. 24 മണിക്കൂറാന്നല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിൽ ചെന്നാൽ ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ അല്ല ഹബീബിൻ്റെ അടുത്ത് പോയി സലാം പറയണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുകയാണോ വേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ സലാം പറയാൻ വേണ്ടി ബാബുസലാമിലൂടെ പോയാൽ മതിയോ? അതിന് മഹാന്മാർ കൊടുത്ത, അശ്അരി പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹബീബിൻ്റെ അരികത്ത് ചെല്ലുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. ഹുക്മ് അദബിന് വഴിമാറിക്കൊടുക്കും. ശരിക്കും മനസ്സിലാക്കുക, ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദബ് വഴിമാറിക്കൊടുക്കും. നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്, തങ്ങളോടുള്ള മഹബ്ബത്താണ് ഹുക്മ് വഴിമാറിക്കൊടുക്കും ഹബീബിനോടുള്ള അദബിന്. നിയമം ഒരു പക്ഷേ ഒരു മസ്ജിദിൽ കയറിയാൽ ആദ്യം തഹിയ്യത്ത് നിസ്കരിക്കുക എന്നാണ് അല്ലേ? നമ്മളൊരു നിക്കാഹ് സദസ്സിലേക്ക് പള്ളിയിലേക്ക് പോവുക, അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ടിരിക്കുക. അതാണ് അവിടുത്തെ ഹുക്മ്. ഹബീബിന്റെ അരികത്തെത്തുമ്പോൾ ഹുക്മ് വഴിമാറി കൊടുക്കണം അദബിന്. അദബാണ് അവിടെ വേണ്ടത്. എന്നിട്ട് അശ്അരി പണ്ഡിതന്മാർ, ശാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളടക്കം മഹാന്മാർ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹബീബിനോടുള്ള അദബ് പാലിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഹബീബിന്റെ റൗളയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദി അബൂബക്കർ, അസ്സലാമു അലൈക യാ സയ്യിദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. മഹാന്മാരായ ഹബീബിന്റെ സ്വാഹിബൈനിയോട്, സിദ്ദീഖ് എന്നവരോടും ഉമർ എന്നവരോടും പുണ്യനിബിതങ്ങളോടും സലാം പറയണം. എന്തുകൊണ്ട്? മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ മസ്ജിദിൽ പോയതെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങൾ പോകുന്നത്, ചില ആളുകൾക്ക് ഹബീബല്ല വിഷയം, 1000 അല്ലേ, അത് വാരിപ്പോരാം. ആ 1000 എവിടെ നിന്ന് കിട്ടി? അത് 1000 ആവാൻ കാരണമെന്ത്? എന്താ കാരണം?
മസ്ജിദീ ഹാദാ, എന്റെ ഈ മസ്ജിദ്. ഹബീബ് കിടക്കുന്നത് കൊണ്ടാണ് ആ മഹത്വം. ഹബീബ് ഇഷ്ടപ്പെട്ട മസ്ജിദായത് കൊണ്ടാണ് ആ മഹത്വം. അല്ലെങ്കിൽ ഹബീബിന്റെ കൈകൊണ്ട് ഹബീബ് ആദ്യം ഉണ്ടാക്കിയ പള്ളി ഖുബാ മസ്ജിദാൻ, മസ്ജിദ് ഖുബയാൻ. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി, ഇസ്ലാമിലെന്ന് പറയാൻ തങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ് മസ്ജിദ് ഖുബയാൻ. പക്ഷേ 3 മസ്ജിദുകളിൽ മസ്ജിദ് ഖുബയ്ക്ക് ഇടമില്ല, മസ്ജിദുൻ നബവിക്കാണ് ഇടം. അതെന്തുകൊണ്ടെന്നറിയുമോ? ആ ഷറഫ് കിട്ടിയത്, ആ സ്ഥാനം കിട്ടിയത് ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരാൾ, എത്രയോ പീടികൾ, ഇവിടെ ഒരു ചില്ലാൻ ഗ്രില്ല് കാണുന്നു അല്ലേ? നിങ്ങൾക്ക് ഉദാഹരണം പറയാം, ആരുടെ ഷോപ്പാണെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണേ സഹോദരങ്ങളെ. അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് പറയാൻ, ദേ നിങ്ങൾക്കിതാ ചില്ലാൻ ഗ്രില്ലിൽ ഒരു ഗ്രില്ല് ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടോ എന്ന് നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഉടമ വന്ന് വിളിച്ചിട്ട് അവിടെ മൂപ്പരവിടെ ഇരിക്കുന്നുണ്ട്, ആ ഫുഡ് അവിടെ ഉണ്ട്. ബിദഅകൾ എന്താ ചെയ്യാന്നറിയോ? ആ ഫുഡ് വാങ്ങിപ്പോരും. അതെനിക്ക് വെച്ചതല്ല, എനിക്കുള്ളതല്ലേ, ഞാൻ അത് കിട്ടേണ്ട ആളല്ലേ. അഖ്ലുസുന്ന എന്ത് ചെയ്യും? ആ ഫുഡ് തൊടുന്നതിൻ്റെ മുമ്പ് ആ മുതലാളിയോട് മാഷാ അല്ലാഹ് തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, വലിയൊരു ഉപകാരം നിങ്ങൾ ചെയ്തതിട്ടോ, എനിക്ക് വിശക്കുന്ന നേരത്തെ ഒരു ഭക്ഷണമല്ലേ നിങ്ങൾ തന്നത്, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന് ഭക്ഷണം തരട്ടെ, എന്നിട്ട് ആ ഭക്ഷണം എടുത്ത് പോരും. അങ്ങനല്ലേ അതിൻ്റെ മര്യാദ. ആ മുതലാളിയെ തിരിഞ്ഞു നോക്കാതെ പ്ലേറ്റ് എടുത്ത് പോരെ ചെയ്യേണ്ടത്? അതല്ലേ ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ട് മസ്ജിദുൻ നബവി? അത് ഹബീബുള്ളത് കൊണ്ടാണ്. പുണ്യ നബി തങ്ങൾ അവിടെ ഇല്ലെങ്കിൽ മസ്ജിദുൻ നബവി ഇല്ല. വമസ്ജിദി നിസ്ബത്തുൻ ഇലാ ജസദിഹി ശരീഫ്, ഹബീബിന്റെ പുണ്യ ശരീരത്തിലേക്കാണ് ആ നിസ്ബ. എന്റെ മസ്ജിദ് ലോകത്തുള്ള മണ്ണുകളിൽ, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി ഏതാ? കെട്ടിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെട്ടിടം കഅബാലയം. നമ്മൾ മനസ്സിലാക്കി. മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാ? ഏതാ? പരിശുദ്ധമായ റൗള ഷരീഫ. എന്തുകൊണ്ട്? ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ആ മണ്ണിലാണ് ഹബീബിന്റെ ശരീരം കിടക്കുന്നത്. ഇനി മനസ്സിലാക്കുക. ജീവിച്ചിരുന്ന് 63-ാമത്തെ വയസ്സിൽ ഹബീബ് വഫാത്തായി അല്ലേ? ആ വഫാത്തായ ഹബീബിന്റെ ശരീരം പരിശുദ്ധമായ അൽ ഹുജ്റത്തു ശരീഫയിൽ മറവ് ചെയ്തപ്പോ, ആ മണ്ണിലേക്ക് ഹബീബിന്റെ ശരീരം ചേർന്ന് നിന്നപ്പോ, ആ മണ്ണാണ് ലോകത്തെ മണ്ണിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണ്. ബിഇജ്മാഇൽ ഉലമാഇ ഖാതിബതൻ, ലോകത്ത് ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ശ്രേഷ്ഠത കിട്ടിയത് ഹബീബ് ആ മണ്ണിലേക്ക് വന്നപ്പോ, ആ മണ്ണിന് ശ്രേഷ്ഠത കിട്ടിയിട്ടുണ്ടെങ്കിൽ പുണ്യനബി തങ്ങളുടെ ശരീരവും ആ ശരീരത്തിലെ എല്ലുകളും ആ പുണ്യ ഹബീബിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഭ്രൂണമായി ആമിന ബീവിയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോ, ആ ഉദരത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന് പറയുന്നവന്റെ മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഹബീബ് മണ്ണിലേക്ക് കിടന്നപ്പോ, മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ. പിന്നെ ആ ഹബീബ് ഉദരത്ത് കടന്നപ്പോ ഹബീബിന്റെ ചോരയും അവിടുത്തെ മാംസവും എല്ലുകളും രൂപപ്പെട്ടത് ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലാ. എന്നിട്ട് പറയാ, ഉളുപ്പില്ലാതെ പറയാ, ആ ഗർഭത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ്. ആലോചിക്കുന്നുണ്ടോ? ഇതാണ് ബിദ്അത്തിന്റെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഗൗരവമാണ്. നമ്മുടെ അഖീദയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത്. ഇങ്ങനെ മണ്ണിന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ പുണ്യനബി തങ്ങളുടെ നുത്ഫത്ത് ക്യാരി ചെയ്തു കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് സ്ഥാനമുണ്ടാവണ്ടയോ? ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ട്? ആർക്കാ ഇത് മനസ്സിലാക്കാൻ പ്രയാസം? എന്നിട്ട് ലീഫ്ലെറ്റ് അടിച്ചുവിടും, ഇന്ന അബീ വ അബാക ഫിന്നാർ, അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മാനെ വാപ്പനെ നരകത്ത് പറഞ്ഞേക്കല ചില ആൾക്കാരുടെ ജോലി. അത് നരകത്ത് പറഞ്ഞിങ്ങനെ നടക്കുക. അതാണ് വലിയ വിവരം. റബീഉൽ അവ്വൽ കിട്ടുമ്പോ ഈ വിവരം ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലയോ? ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഹബീബ് സന്തോഷിക്കുമോ ഇല്ലയോ? അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഒരു അപകടം. ഞാൻ ആരെയും കുറ്റം പറയാനോ, നാളെ ഏതെങ്കിലും മറ്റു ബിദ്അത്തിന്റെ സംഘടനക്കാർ നാളെ ക്ലിപ്പേറ്റ് വരും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണം. ക്ലിപ്പ് വീരന്മാരുണ്ടാവും, കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നവർ പറഞ്ഞ് മുഴുവൻ കേൾക്കണം. അത് കേൾക്കാതെ നിങ്ങൾ ഉണ്ടാക്കുക. ദുരുദ്ദേശപരമായിട്ട് ചെയ്യരുത്, ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ദീനാണ്. അവർ ക്ലിപ്പുണ്ടാക്കി ആരെങ്കിലും
സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള പരിപാടിയാക്കാരോ ഉദവി ഇങ്ങനെ പറഞ്ഞു നാളെ വരും. ഇപ്പോൾ ഒരുത്തർ കൊടുത്തത് ഉണ്ടാക്കുന്നുണ്ടാവും. ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ ചിലവാക്കാൻ എന്തിന്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ച നുണ പറയാം. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂല എന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചു. എൻ്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല. അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി എന്ന് വിചാരിച്ച് പിൽക്കാലത്തുണ്ടായൊരു നല്ല കാര്യം അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് പറയാൻ വിടൂല, അപ്പോഴും കട്ട് ചെയ്യാം. അവൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാനതൊക്കെ തിരുത്തി കൊടുത്തു. അപ്പോൾ അതിലും വലിയ ചീത്തവിളി ബാക്കിൽ. പിന്നെ ഞാൻ വിട്ടു. തിരുത്തി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടുപോകും. ഹബീബ് ആരാണ്? പുണ്യനിബിതങ്ങൾ ആരാണ്? ഇത് മനസ്സിലാക്കി നമ്മൾ. ആരാ പുണ്യനിബിതങ്ങൾ? നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണ്? എന്താ അപകടം? നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത്? അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം വരിക? അല്ലേ? ഉമ്മയും വാപ്പയും കാഫിരീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ലേ അർത്ഥം വരിക? പുണ്യ നബിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? അതെന്താ അവർ മനസ്സിലാക്കാത്തത്? അപ്പൊ പിന്നെ മറ്റ് ഹദീത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹദീത്തിന്റെ അർത്ഥം? ഇന്ന അബി വ അബാക ഫിന്നാർ. അബ് എന്ന പ്രയോഗം ആർക്ക് പറയുന്നതാണ്? ആരെക്കുറിച്ചൊക്കെയാണ് അറബ് ഭാഷയിൽ അബ് എന്ന് പറയുന്നത്? ആ ഹദീസിന്റെ ബലാബലം എന്താണ്? ലാ യുഹ്തജ്ജു ബിഹി ബിമഫ്ഹൂമിഹി. ആ ഹദീസിന്റെ ആശയം വെച്ച് ഒരിക്കലും ഫത്വകൾ പറയരുത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഫഖറുദ്ദീൻ റാസി തങ്ങൾ, അല്ലാമ സുയൂത്തി തങ്ങൾ, അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭരായ പണ്ഡിതൻ അല്ലാമൽ കച്ചാനി, പ്രഗത്ഭരായ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരും മുൻഗാമികളുമായ ഇമാം നബവി തങ്ങൾ അടക്കം. എന്നിട്ട് ഈ ചെറുക്കന്മാർ പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, എൻ്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില. എവിടെ നിന്ന് കിട്ടി അബ് എന്ന വാക്കിന് വാപ്പ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന്? എൻ്റെ എളാപ്പ എന്റെ മൂച്ചാപ്പ അബൂ ത്വാലിബ്. അമ്മ നിബിതങ്ങൾ യതീമാണ്. യതീമുകളെ വളർത്തുന്ന അമ്മമാര് അബ് എന്ന് വിളിക്കാറുണ്ട്. ഏതുപോലെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ പിതാവിന്റെ സഹോദരനായ ആസർ എന്നവരെ അബ് എന്ന് വിളിച്ച പോലെ വാലിദ് എന്ന് പറഞ്ഞ വാപ്പയാണ്. അവിടെ നോ ഡിസ്കഷൻ. അബ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എളാപ്പാക്ക് പറയും അബ്. ഖുർആനിൽ തന്നെ തെളിവുണ്ട്. മൂത്താപ്പാക്ക് പറയും, വല്ലിപ്പാക്ക് പറയും അബ്. പക്ഷെ വാലിദ് എന്ന് പറഞ്ഞാൽ അവിടെ വാപ്പയാണ്, ജനനം നൽകിയ വാപ്പയാ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള ഹബീബിന്റെ പരമ്പര ആദം അലൈഹിസ്സലാം വരെ സുരക്ഷിതരായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഞാനത് ഒന്ന് സമർത്ഥിക്കാൻ പോവാണ്. ഒന്നുമില്ലത് റബീഉൽ അവ്വലാണ് എനിക്ക് തോന്നി, അത് പറയാൻ നല്ലത്. നമ്മൾ കുറേ നബിതങ്ങളുടെ മനാഖിബൊക്കെ പറയും, നബിതങ്ങൾ കരുണ കാണിച്ചവരാ. അത് ഇവർക്കും അറിയാം കരുണ കാണിച്ചവരാ. പക്ഷേ മുസ്ലിമീങ്ങൾ ഇഹ്തിഫാൽ ബി മൗലിദിൻ നബി, ഹബീബിന്റെ മൗലിദ് ആഘോഷിക്കുമ്പോഴേക്കും നമ്മളൊക്കെ പഴച്ചവരാ, നമ്മളൊക്കെ നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ് എന്ന് പറയുന്നവർ, ഹബീബിന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ പറഞ്ഞ് കുഫറാരോപണം ചെയ്ത് സന്തോഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ വിവരം പടച്ചുവിടുന്നവർ, അറിവില്ലായ്മ കൊണ്ട് മുച്ചൂട് നടക്കുന്ന ആളുകൾ, ഇവരോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഹബീബിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇത് ഹബീബിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്ന ഒരു അമലായി നമ്മുടെ ഈ അമലിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ഈ പരിപാടി അല്ലാഹു അങ്ങനെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه. നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് വന്നിരിക്കുകയാണ് നൂറും വകിതാബും മുബീൻ, പ്രകാശവും വ്യക്തമായ ഒരു കിതാബും
ആ പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനല്ല. കാരണം കിതാബ് എന്ന് പിന്നെ പറഞ്ഞു. വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒരു പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ അർത്ഥം പറയേണ്ടത് എന്താണ് ആ നൂർ, പ്രകാശം എന്താ? ചിലർ ഖുർആനെ കുറിച്ചായിരിക്കും, ഹിദായത്തിനെ കുറിച്ചായിരിക്കും. അല്ല, ഇവിടെ ഈ പറയുന്ന നൂർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ ഉപ്പ പറഞ്ഞതൊക്കെ അതിൽപ്പെട്ടതാണ്. ഏത് ദഈഫാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടാൻ പറ്റൂല. മൗസൂഖായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആധികാരികമായി ചർച്ച ചെയ്ത വിഷയം. പിന്നെ എല്ലാറ്റിനും മർജിയിലേക്ക് പറയുമ്പോൾ സാധാരണക്കാർക്ക് പ്രയാസം. അത് ഏത് കിതാബിൽ ഏത് ഇമാമ പറഞ്ഞതാ, അത് ഞാൻ സൗകര്യപൂർവ്വം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്തെന്നറിയോ, നമുക്ക് വസ്വാസ് വരരുത്. നമ്മളെ വീട്ടിലെ മൗലിദ പാരായണം എപ്പോഴും കൊല്ലം മുഴുവൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. റബീഉൽ അവ്വൽ പ്രത്യേകിച്ചും നമ്മുടെ മക്കളത് പഠിക്കണം. ഹബീബിൻ്റെ മനാഖിബുകളാണ് ആ പറയുന്ന സുബ്ഹാനല്ലദി അസ്റഅ ഫീ ശഹീർ റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ ഫഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണ് ആ പറയുന്നതൊക്കെ. ഇമാം ബൈഹഖി അടക്കം, ഇമാം അബ്ദുർ റസാഖ് തങ്ങളടക്കം, ഇമാം പ്രഗത്ഭരായ ഹദീത്ത് പണ്ഡിതന്മാർ അവരുടെ മുസ്നദുകളിലും മുസന്നഫുകളിലും സ്വഹീഹുകളിലുമൊക്കെ, ഇമാം തുർമിദി അടക്കം, ഇമാം ഹാക്കിം എന്നവർ, ഇവരൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ സനദുകളുള്ള ഹദീത്തുകളാണ് ആ മൗലിദിൻ്റെ കിതാബിലുള്ളത്. എന്നിട്ട് വെറുതെ ഉമ്മത്തിനെ വെറുതെ പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുക. ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നൂർ, പ്രകാശം വന്നിരിക്കുന്നു. ആ പ്രകാശം ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഹബീബ് നൂറാണ്, അത് പ്രകാശമാണ്. വകിതാബും മുബീൻ, പരിശുദ്ധ ഖുർആൻ. ഒന്ന് ഹബീബായ റസൂലാണ്, ഒന്ന് ഖുർആനാണ്. അള്ളാഹുവിലേക്ക് വസീല വേണ്ടെന്ന് പറയുന്നവര്, അള്ളാഹുവിന് നമ്മൾക്കുമിടയിൽ എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നവർ, നിങ്ങൾക്ക് അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ മീഡിയേറ്റർ വഴിയാണല്ലോ. അല്ലേ? ഒറ്റ കിട്ടിയതല്ലല്ലോ. ഹിറാ ഗുഹയിൽ പോയി നിങ്ങൾ ഇരുന്നതാണോ? നിങ്ങൾക്കാണോ വഹി വന്നത്? അല്ല, അള്ളാഹുവിന്റെ ഈ വഹി ഒരു വസീത മുഖാന്തിരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ആ വസീലയാണ്, ആ വാസിതത്താണ് ബൈനനാ വ ബൈനല്ലാഹ്. ആ വാസിതയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. എന്തുകൊണ്ട്? അവർ പറയും എന്താണ് തവസ്സുൽ? അമാലുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യാം. നോമ്പ്, നിസ്കാരം, ഇതൊക്കെ തവസ്സുൽ ചെയ്യാം. സ്വതക്ക, അതുകൊണ്ടൊക്കെ തവസ്സുൽ ചെയ്യാം. എന്നാൽ അഷ്ഖാസ് കൊണ്ട്, മഹാന്മാരെ കൊണ്ട് തവസ്സുൽ, അത് പ്രശ്നമാണെന്ന് പറയും. പൊന്നു ചങ്ങന്മാരെ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം, നിങ്ങൾ നോമ്പെടുത്തു, ഖുർആൻ ഓതി, ദിക്റില്ലേ, ഈ ദിക്റ് ഇബാദത്ത് എന്ന് പറഞ്ഞത് അറബിയിലെ അറൽ എന്ന് പറയും. ഇതൊരു തപ്പി നോക്കിയാൽ കിട്ടാത്തൊരു സാധന അല്ലേ? നിങ്ങൾ എന്ന് പറയുന്ന ഈ ബോഡി, അതിനാണ് ജൗഹർ എന്ന് പറയാ. അതൊരു സാധനമാണ്. ഇറ്റ്സ് എ മാസ്, MASS, മാസ്. മറ്റേതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. അമല്, നമ്മുടെ അമലുകൾ, അവർ ഡീഡ്സ് ആർ അബ്സ്ട്രാക്ട്സ്. And we ourselves, we are mass, we are concrete. ഈ ബിൽഡിങ്ങിന് കോൺക്രീറ്റ് സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നത്. We are tangible. നമ്മളെന്ന് പറഞ്ഞ സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നതാ. എളുപ്പമാണല്ലോ. നമ്മുടെ അമൽ എന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടാത്ത സാധനം അല്ലേ? ഈ തടിയില്ലാതെ ഈ അമലുകൾക്ക് അസ്തിത്വമുണ്ടോ? ഒരാളുടെ അമല് കൊണ്ട് തവസ്സുൽ ചെയ്യാം, ആളെ തടി കൊണ്ട് പറ്റൂല അല്ലേ? ഒരു മഹാനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. അയാൾ ചെയ്ത അമലുകളെ കൊണ്ട് മൂപ്പര് തവസ്സുൽ ചെയ്തോട്ടെ. നിങ്ങൾ ചെയ്ത അമൽ കൊണ്ട് നിങ്ങൾക്കും തവസ്സുൽ ചെയ്യാം. പക്ഷേ അഷ്ഖാസിനെ കൊണ്ട്, അബദാനുകളെ കൊണ്ട്, ഔലിയാഇനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. എന്തേ പ്രശ്നം? അത് പറ്റൂല തന്നെ ഒരു തീരുമാനിച്ചു. പൊന്നു ചങ്ങാതി, അമലുകളെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലായാൽ, അമലെന്ന് പറയുന്നത് ഒരു അറളാണ്, മിനൽ അറാദ്. ആ അമല് ചെയ്ത ഒരാൾ ഉണ്ടാകുമ്പോഴല്ലേ ആ അമലിന് പ്രസക്തിയുള്ളൂ. ആ അമല് ചെയ്ത ഒരാളാണ് മഹാൻ. ആ അമലിന് മഹത്വമുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്ക് മഹത്വമില്ലയോ? ഈ ചെയ്ത ആളില്ലാതെ എങ്ങനെയാ ഒരു അമൽ ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ജൗഹറിന് മഹത്വമില്ല, അറളിന് മഹത്വമുണ്ട്. എന്ത് ന്യായമായി പറയുന്നത്? അബ്സ്ട്രാക്റ്റ് ആയ ഒരു സാധനത്തിന് അത് ഓക്കെയാണ്, പക്ഷേ ഈ കോൺക്രീറ്റ് നമുക്ക് പറ്റൂല.
നിസ്കരിച്ച തടി നമുക്ക് വേണ്ട, ആ നിസ്കാരം അവിടെ ഓക്കെയാണ്. അതാണോ ഈ പറയുന്ന അർത്ഥം? മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന എന്ത് പ്രയാസമുള്ളത്? ഇതൊക്കെ ഇൽമിൽ മഅലൂമായ കാര്യം. നമ്മളെ നാട്ടിൽ ഇങ്ങനെ തർക്കിച്ച് കുറേ യൂട്യൂബ് ചാനൽ അതിനുള്ളത്. ഇനി കുറേ ആൾക്കാർ തലപൊക്കി വരും, തട്ടക്കെട്ടിട്ട് വരും, നാളെ മറുപടി പറയാം. അവർക്ക് ആകെ ഒന്നും പറഞ്ഞു തരൂല. എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ മാത്രം മടയിൽ ഇറങ്ങി വരും. എന്നാൽ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക, ഇന്നതാ ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് അമല്, ഇന്നതാണ് ഈമാൻ, ഇന്നതാണ് നമ്മുടെ അഖീദ. ഒന്നും ഉണ്ടാൻ വരില്ല. ആരെങ്കിലും പറഞ്ഞു അപ്പം ഇറങ്ങി വന്ന് ആ പറഞ്ഞത് തെറ്റാണ് അതുപോലെ പോയും ചെയ്ത്, എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അടങ്ങ പഠിച്ച റബ്ബത് ഏതപ്പം ശരി, ഈ മൂല്യര് പറഞ്ഞതാണോ ഈ മൂല്യര് പറഞ്ഞതാണോ? വിശ്വാസായോ? പ്രയാസമല്ലേ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം, നമ്മുടെ ഇപ്പോഴത്തെ ഭാഗമല്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുകയാണ്, പുണ്യനിബിതങ്ങൾ എന്ന് പറയുന്ന ഹബീബിന്റെ ജസദ് ബിജാഹിൻ നബി വബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ബദനു ഷരീഫ് കൊണ്ടും ഹബീബിന്റെ ജാഹു കൊണ്ടും തവസ്സുൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാ നമ്മുടെ അശ്അരിയായ പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. നിങ്ങൾ വേറെ ഏതെങ്കിലും മദ്ഹബ ചർച്ചയെങ്കിലും ഇവിടെ കൊണ്ടുവരണ്ട. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗം ഷാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരോട് ആ മദ്ഹബിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കാൻ വരും അല്ലേ? നിങ്ങൾ ഗൾഫിലൊന്നല്ലല്ലോ, വേറെ നാട്ടിലൊന്നും അല്ലല്ലോ. അവിടെ പിന്നെ പല ആൾക്കാരുണ്ടാവും, തമിഴ്നാട്ടുകാരുണ്ടാവും, കർണാടകക്കാരുണ്ടാവും, ഹനഫികളുണ്ടാവും, പല മദ്ഹബുകാരുണ്ടാവും. ഇവിടെ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്ന മദ്ഹബ് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബിൽ നിന്നുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. സമയം 11 മണിയായി, 1 മണിക്കൂർ കൂടെ. 10 മണിക്കല്ലേ തുടങ്ങിയത്? 9:45 അല്ലേ? അടുത്തെല്ലാം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. ഞാൻ വെച്ച് മഴ ചെയ്തപ്പോൾ എന്നാൽ ആരും നിൽക്കലുണ്ടാവില്ല, ഒക്കെ പോലായിരിക്കും. അൽഹംദുലില്ലാഹ്, ഹബീബിൻ്റെ ഈ ഒരു പരിശുദ്ധമായ ആ ഒരു കുട്ടിക്കാലവും മൗലിദിലേക്ക് അത് മാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ. നമ്മൾ അറിയേണ്ട ചില അറിവുകളുണ്ട്, നിങ്ങൾക്കറിയുന്നതായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. യഹ്ദീ ബിഹില്ലാഹ്, കിതാബും പറഞ്ഞു, റസൂലുള്ളാഹിയും പറഞ്ഞു. പക്ഷേ അതിന് ശേഷം പറയുന്നത് ബിഹി, അതുകൊണ്ട്. ഏതുകൊണ്ട്? 2 ഉണ്ടല്ലോ അവിടെ, പക്ഷെ ഒന്നാ പറയണത്. രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് അള്ളാഹിന്റെ അടിമയാണ്, ഇത് അല്ലാഹു ജല്ല ജലാലുഹു. പക്ഷെ ഈ അബ്ദിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ ഇലാഹാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടെ എൻ്റെ അബ്ദും റസൂലുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. അല്ലേ? അല്ലാതെ ഒരു ഇലാഹില്ല എന്നൊരാൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമോ? കഴിയൂല. എന്തുകൂടെ പറയണം? വ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ശിർക്കാവും. അള്ളാഹ് എന്ന പേരും മെഹ്റാബിൽ ഇപ്പുറത്ത് റസൂലുള്ളാഹിനെ വെച്ചാൽ അവിടെ രണ്ടിടത്തും അള്ളാഹ് എന്ന് വെച്ചാൽ മതി. 2 അള്ളാഹ് ഉണ്ടോ? ഹബീബായ തങ്ങളുടെ പേരിവിടെ വെക്കുമ്പോഴേക്കും ബേജാറ്, ഇനി എന്തൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാ. ഇങ്ങനെ ഇബ്ലീസ് നമ്മുടെ അഖീദയെ ഫസാദാക്കാൻ എന്തൊക്കെ വേഷത്തിലും എന്തൊക്കെ ലേബിളിലും ഇറങ്ങുന്നുണ്ടെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അല്ലാഹുവിൻ്റെയും ഹബീബിൻ്റെയും പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് അല്ലാഹു സമാധാനത്തിൻ്റെ വഴികൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. സുബുലസ്സലാം. 4 മദ്ഹബുകൾ വന്നത് എങ്ങനെയാണ്? സലാമിൻ്റെ വഴികളാണത്. രക്ഷയുടെ 4 മാർഗങ്ങളാണ് നമ്മുടെ അറിവിൽ. ഇപ്പകട് ളാഹിരി മദ്ഹബുണ്ട്, വേറെ ഈ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിലവിലുള്ള മൗസൂഖായ മുദവ്വനായ 4 മദ്ഹബുകൾ സുബുലുസ്സലാം, രക്ഷയിലേക്കുള്ള വഴികളാണ്. ഒന്ന് മറ്റൊന്നിനെ തെറ്റെന്ന് പറയില്ല, 4ഉം ശരിയാണ്. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി. ദുൽമത്തുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു വഴി നടത്തുന്നതും എൻ്റെ ഹബീബിനെയും എൻ്റെ കിതാബിനെയും അംഗീകരിക്കുന്നവർക്കാണ്. ആ പ്രകാശമാണ് ഈ റബീഉൽ അവ്വൽ 12-ന്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? അത് റബീഉൽ അവ്വൽ 12-നാണോ 11-നാണോ 10-നാണോ അല്ല വേറെ വല്ല മാസത്തിലാണോ?
അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് കടന്ന ഒരുപാടുണ്ട്. പ്രബലമായ അഭിപ്രായം ഏതാ? അത് റബീഉൽ അവ്വൽ 12. പിന്നെ അവിടെ നിൽക്കുക. എന്നിട്ട് വസ്വാസം ഉണ്ടാക്കാൻ ഒരുത്തം വന്ന് വീഡിയോ ഉണ്ടാക്കും. റബീഉൽ അവ്വൽ 12 അങ്ങനെയൊന്നും വലിയ ഉറപ്പൊന്നുമില്ല, ഇപ്പുറത്ത് വേറെ മാസത്ത് റമളാനിൽ ജനിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് വസ്വാസാക്കുക. സുബ്ഹാനല്ലാഹ്. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഥാനി അശ്റ മിൻ റബീഉൽ അവ്വൽ, അതിൽ യൗമുൽ ഇത്നൈൻ, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. സുഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി ഇത്നൈൻ, യൗമുൽ ഇത്നൈൻ തിങ്കളാഴ്ച ദിവസം എന്തുകൊണ്ടാ നബിയെ സുന്നത്ത് നോമ്പ് സുന്നത്തായത്? എന്തുകൊണ്ടാ സുന്നത്ത് നോമ്പ് നിർബന്ധമായത്? നിർബന്ധമല്ല, എന്തുകൊണ്ടാ നബിയെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കുന്നത്? എന്താ തിങ്കളാഴ്ചക്ക് പ്രത്യേകത? ഹബീബ് കൊടുത്ത മറുപടി സ്വഹീഹായ ഹദീസല്ലയോ? എന്താ മറുപടി? എന്താ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് വരാൻ കാരണം? ദാക യൗമുൻ ഉലിതു ഫീഹി, വളരെ പ്രബലമായ ഹദീസാണത്. ആ നോമ്പെടുക്കാൻ കാരണമായത് ഇത് ഞാൻ ജനിച്ച ദിവസമാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പൊ തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് തങ്ങൾ തന്നെ പറഞ്ഞെന്നില്ലേ? ഞാൻ ജനിച്ച ദിവസമാണ് ഇത്. ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മം പോലെയല്ല. ഏതൊരു കുഞ്ഞ് ജനിച്ചപ്പോഴാണോ ആകാശലോകത്തേക്ക് ശൈത്താന്മാർക്ക്, പിശാചുക്കൾക്ക് കട്ടുകേക്കാൻ പോകാൻ കഴിയാതെ വന്നത്. ആകാശലോകത്തുള്ള മാലാഖമാരുടെ സംസാരങ്ങൾ കട്ടുകെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു.